കുപ്പി താഴെ പോയി ഗൈസ്. കുപ്പി എന്തിനാന്ന് ചോദിച്ചാലേ നമ്മുടെ ഡോമിനാർ പഞ്ചറായിട്ടിരിക്കുക കേട്ടോ. പഞ്ചറല്ല, അത് സൂചി പഞ്ചറായതുകൊണ്ട് സംഭവമാണ് എനിക്ക് തോന്നുന്നത്. 2, 3, 4 ദിവസമൊക്കെ കാറ്റ് നിൽക്കത്തുള്ളൂ. അതപ്പോഴത്തേക്കിന് വീണ്ടും പഞ്ചറായി പോകുന്ന പോലെ ആയിപ്പോകും. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് അവിടെ ഇരിക്കുകയാണേ. അപ്പോൾ അന്ന് കാറ്റടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പെട്രോളില്ല. പെട്രോൾ കൊണ്ട് പറ്റിച്ച് കൊണ്ട് വെച്ചേക്കാം. അപ്പം ഇച്ചിരി പെട്രോൾ മേടിക്കാമെന്ന് എഴുതി പോവാണ് ഗൈസ്. പിന്നെ ആ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഒരു സൈഡ് വെട്ടിത്തേയുന്നുണ്ട്. അത് എന്നാ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ 3-4 തവണയായിട്ട് ടയർ എല്ലാം വെട്ടിത്തേഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് കൊണ്ട് ചെക്ക് ചെയ്യണം. വീൽ ബാലൻസ്, നമ്മുടെ വീൽ ബാലൻസിങ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം എന്താണ് സംഭവിക്കുന്നത്. ഒരു സൈഡിലോട്ട് എന്തോ ഒരു പിടുത്തം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ഓടിക്കുമ്പോൾ ഒരു സൈഡ് മൊത്തം വെട്ടിത്തേയും ടയറിൻ്റെ. കഴിഞ്ഞ 3 തവണയും ടയർ മാറിയത് അങ്ങനെ വെട്ടിത്തേഞ്ഞ ടയറാണ് മാറിയത്. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ ട്രാക്ക് ടയറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പിന്നെ റോഡ് ഇങ്ങനെ ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പല്ലേ, ഇങ്ങനെ ഒരു എന്നാ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വലത്തെ സൈഡ് വെട്ടിത്തേയുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാനതങ്ങനെ ശ്രദ്ധിക്കാനും വലിയ കാര്യമാക്കാനും പോയില്ല. പക്ഷേ ഒരു ടയറൊക്കെ പകുതി ഉപയോഗിച്ച് വരുമ്പോൾ തന്നെ അത് മൊത്തത്തിൽ വെട്ടി അങ്ങ് തേയും കേട്ടോ. ഒരു സൈഡ് വലത്തെ സൈഡ്, ഇടത്തെ സൈഡ് നല്ല രീതിയിൽ ഇതുണ്ട്, ടയർ കട്ടയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊന്ന് പോയി ചെക്ക് ചെയ്യണമെന്ന് കരുതി. ഇത് നമ്മുടെ വിക്ടറാണ് ഗൈസ്. വിക്ടർ 50 രൂപ അടിച്ചാലും മതി, നമുക്ക് നൈസായിട്ട് ഓടിക്കാം. പിന്നെ ഇതുപോലെ സമാധാനമായിട്ട് ഇങ്ങനെ പോവാം ബൈക്കിൽ. ഇങ്ങനെ നല്ല ഒരു സസ്പെൻഷനും നല്ല സുഖമായിരുന്നു അത് യാത്രയൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു മടുപ്പടിപ്പിക്കത്തില്ലാത്തൊരു വണ്ടിയാണ്. ഭയങ്കര സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ലെങ്കിലും സമാധാനമായിട്ട് ഇങ്ങനെ പോകാം. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വിക്ടറിനെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വിക്ടർ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തു. നമ്മളെ വീഡിയോ ഒന്നും അധികം ആൾക്കാരൊന്നും കാണുന്നൊന്നുമില്ല, അത് വേറൊരു പ്രശ്നം. കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തു. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് എന്നാ വീഡിയോ ഇട്ടാലും അങ്ങോട്ട് റീച്ച് ആകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ, യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ നമ്മളൊരു വീഡിയോ ഇട്ടാൽ ആ ഇട്ട് കഴിഞ്ഞിട്ടുള്ളൊരു 3-4 മണിക്കൂറത്തേന് ഈ സാധനം നമ്മളെ ഫ്രണ്ട്സും നമ്മളെ ഫോളോ ചെയ്തേക്കുന്ന ആൾക്കാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാരും റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ ബാക്കി അതിൻ്റെ റീച്ച് എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാലും ഫേസ്ബുക്കിൽ ഇട്ടാലും യൂട്യൂബിൽ ഇട്ടാലും നമുക്കറിയാവുന്ന കുറേ ആൾക്കാർ എടുക്കലോട്ട് അത് ചെല്ലുന്ന ഈ വീഡിയോ. ഇവരാണേട്ട് ഈ വീഡിയോ കാണത്ത് പോലും ഇല്ല. പറഞ്ഞാൽ മനസ്സിലായോ? അവരാണെ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നേ ഇല്ല. അവരൊന്നും ഇത് കണ്ടിട്ട് ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് പ്ലേ ചെയ്ത് നോക്കാനോ അവരതിന് വേണ്ടി സമയം മെനക്കെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇട്ട വീഡിയോ ഇവരുടെ പ്രൊഫൈലിലേക്ക്, ഇവരുടെ ഒരു വാളിലേക്ക് ചെല്ലുന്നത്. അപ്പം ഇവരിതിനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് യൂട്യൂബ് ഓൾറെഡി ഇത് നമ്മൾ ഡൗൺ ആയിക്കളയും വീഡിയോ. അതായത് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, വീഡിയോയ്ക്ക് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആരും കാണാൻ ശ്രമിക്കുന്നില്ല, അത് ആരും പ്ലേ ചെയ്യുന്നില്ല. അപ്പം യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കുന്ന ഇവൻ്റെ വീഡിയോ കൊള്ളുന്നില്ല എന്നായിരിക്കണം എന്നുള്ള രീതിയിൽ യൂട്യൂബ് അതിനെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ വീഡിയോ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിടുന്നതല്ലാതെ ആൾക്കാരും കാണുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല. ചേച്ചി ഒരു 150 രൂപയ്ക്ക്, ഇതിനകത്തൊരു 100 രൂപയ്ക്കും ബാക്കി ഇതിനകത്ത്. അങ്ങനെ നമുക്ക് പെട്രോൾ കിട്ടി. ഇനി അത് വീട്ടിൽ കൊണ്ടുപോയി ഡോമിനാറിൽ ഒഴിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോയി നമ്മുടെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പുണ്ട്, അവിടെ പോയി കാറ്റടിച്ചിട്ട് ആ വണ്ടിയായിട്ട് നേരെ തെങ്ങായി നമ്മുടെ അടുത്ത് വേറൊരു ടൗണുണ്ട്, അവിടെ പോയി അതിന് ടയർ നേരെ തിരിച്ചിടണം. അതായത് ഓൾറെഡി അതിൻ്റെ ഒരു സൈഡ് വെട്ടി തേഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി അത് നേരെ ആ ടയർ തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ആ ടയറുമായിട്ട് നമ്മൾ
ചങ്ങനാശ്ശേരി പോയിട്ട് അതിൻ്റെ വീൽ ബാലൻസിങ് നോക്കണം, എന്താണ് അതിൻ്റെ സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഞാനെടുത്ത് വീഡിയോ കൂടി കാണണം, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ റീച്ച് ആവത്തില്ല. നിങ്ങൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത വീഡിയോ കാണത്തില്ല. നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, എന്നാലും ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോഴും നിങ്ങളെ താല്പര്യത്തോടു കൂടി കാണത്തുള്ളൂ. നമ്മൾ വീൽ ബാലൻസിങ് ഒക്കെ ചെയ്യണമെന്ന് കരുതിയിരിക്കില്ലായിരുന്നു ടയറിൻ്റെ പ്രശ്നം മാറാൻ. ഫ്രണ്ടിലത്തെ ആ ടയർ വലത്തെ സൈഡ് വെട്ടി ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടേ. അപ്പോൾ അത് ഞാനിങ്ങനെ 3-4 പേരോട് ഈ വണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് പേരോടൊക്കെ വിളിച്ച് തിരക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കിനെ നമ്മളിതിൻ്റെ ട്രാക്ക് ടയർ ഉപയോഗിക്കുന്നതാണ് പ്രശ്നമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് ബാക്കിൽ വലിയ ഓവർ സൈസ് ടയർ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ സ്റ്റെബിലിറ്റി കുറയുകയും, സ്റ്റെബിലിറ്റി അല്ല, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ 3ാമത്തെ തവണയായിരുന്നു ഈ ട്രാക്ക് ടയർ ഉപയോഗിക്കുന്നത്. ഈ 3 തവണയും എനിക്ക് ഈ സെയിം പ്രശ്നമാണ് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ കമ്പനി പറഞ്ഞ ടയറിൻ്റെ സൈസ് തന്നെ ഇടാമെന്നുള്ള കണക്കൂടി പോവാം. അപ്പോൾ അതും നമുക്ക് യൂസ് ടയർ തന്നെ എടുക്കാമെന്ന് കരുതിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര റേറ്റ് ആവും. അപ്പോൾ നമുക്കൊരു 160-170 ആ റേഞ്ചിൽ സൈസ് വരുന്ന ടയർ നമുക്ക് വാങ്ങിച്ചിട്ടാൽ നമുക്ക് നോക്കാം, വലിയ പ്രശ്നം വരത്തില്ല. എനിക്ക് തോന്നുന്നു മൈലേജിനകത്ത് കുറച്ച് കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടുമെന്നായിരിക്കും തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി ഇപ്പോൾ കിടക്കുന്ന ടയർ 2 ടയറും മാറ്റാവേ. ഈ വലിയ ടയർ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വണ്ടിയുടെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട് നേരത്തെ തൊട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത് മാറ്റി വേറെ 2 ടയർ ഇടാം. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. കോട്ടയം മൂലേടം എന്ന് പറയുന്ന സ്ഥലത്തെങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്ന ഷോപ്പ് വരുന്നത്. അപ്പം ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ട്, അവർ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയാണ് പോകുന്നത്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് 2 ടയർ പഴയല്ല, നമുക്ക് 2 ടയറേ നോർമൽ സൈസിലുള്ള ടയർ വാങ്ങിച്ചിടാം. ഈ പാലം നമ്മുടെ ഈ സിനിമയ്ക്കകത്തുള്ള പാലം കേട്ടോ. നമ്മുടെ ക്ലാസ്മേറ്റ്സിനകത്ത് ആ സെന്ന് വന്ന് ഒരു പാലത്തെ വന്ന് നിൽക്കുന്നൊരു സീനുണ്ടല്ലോ, അത് ഈ പാലമാണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തത്. നിങ്ങളവിടെ പറയാതെ കയറി റെക്കോർഡ് ചെയ്തപ്പോൾ പാലം കയറി വണ്ടി. ഓടെ അപ്പോൾ ഈ റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതലും കോട്ടയത്താണ് ആ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ക്ലാസ്മേറ്റ്സൊക്കെ കോട്ടയം CMS കോളേജും നാട്ടകം കോളേജും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗം അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പോലീസുകാർ കിടപ്പുണ്ട്, നമുക്കാണെങ്കിൽ മിററില്ല. ഞാനാണ് ഒരു ആവശ്യത്തിന് മിറർ ഊരി വെച്ചാൽ പിന്നെ വെച്ചിട്ടില്ല. ഇനി മിററൊക്കെ തപ്പിയെടുത്ത് വെക്കണം. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ റൈഡൊക്കെ പോകണം. എനിക്ക് ഈ ടയറൊന്ന് സെറ്റാക്കിയിട്ട് വേണം റൈഡൊക്കെ പോകാനായിട്ട്. ഒന്ന് റൈഡൊക്കെ പോകാനായിട്ട് യാത്ര പോകാനായിട്ടൊക്കെ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടി കേസ് കിട്ട് വരും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വണ്ടിക്കിട്ട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. കുറേ ആളുകളായിട്ട് വണ്ടിക്ക് ഇങ്ങനെ ഓരോരോ പണിയാണ്. ഒന്ന് റെഡി ആയിക്കൊണ്ട് വരുമ്പോൾ അടുത്തത് വരും. അടുത്തത് ശരിയാക്കുമ്പോഴത്തേക്കും ലോഡുകാർ വരുമ്പോൾ പിന്നെ അത് അങ്ങോട്ട് പോകും പൈസ. അങ്ങനെ കിടന്ന് വട്ടം കളിച്ചുകൊണ്ടിരിക്കുക. ഒന്നും നമുക്ക് സ്ഥിരമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോസൊക്കെ ആണെങ്കിൽ യൂട്യൂബിലൊന്നും സ്ഥിരമായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അതിങ്ങനെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ കൂടി ഇങ്ങനെ ഒഴുകി നടക്കുക. സ്ഥിരമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ഓരോരോ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുക. അതാണല്ലോ ജീവിതം അല്ലേ. ഇതൊക്കെ 170. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നേരത്തെ 190 ടയറായിരുന്നു കിടന്നിരുന്നത് കേട്ടോ. നമ്മൾ 170 മാറ്റിയിട്ടുണ്ട് ടയർ. പിന്നെ ഫ്രണ്ടിൽ 120 ടയറായിരുന്നു. 120 എന്നുള്ളത് തന്നെ നമ്മൾ 120 തന്നെ ടയർ ഇപ്പോൾ ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത്. നേരത്തെ ടയർ ഫ്രണ്ടിൽ വെട്ടി തേഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ടയറും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ കേട്ടോ. നമ്മൾ ഇപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് കേസ്. വണ്ടി മറ്റേ ടയറുമായിട്ട് ഓടിക്കുമ്പോഴേ ഇത് ഓടിക്കുമ്പോൾ നല്ലൊരു കൺട്രോൾ കിട്ടുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബാക്കി ഭാഗം കുറച്ച് താഴേക്കായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇങ്ങനെ
ബാക്കി കുറച്ച് പൊങ്ങിയാണ് നിന്നിരുന്നത്. വലിയ ടയർ ആയതുകൊണ്ടേ ഇതിപ്പോൾ കറക്റ്റ് ഒരു ഫ്രണ്ട് ഭാഗം കുറച്ച് പൊങ്ങിയൊരു ഫീൽ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ല സുഖമുണ്ട് ഓടിക്കാൻ. നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കുറച്ചുകൂടി കൺട്രോളും കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത്ര നേരം ഓടിച്ചപ്പോൾ തന്നെ നമുക്കത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടേ. നേരത്തെ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. വെറുതെ വലിയ ടയറൊക്കെ ഇട്ട് ചുമ്മാ കാണാനുള്ളൊരു ഷോ ഒക്കെ ഉള്ളൂ. പടയെന്നും പറഞ്ഞ് ടയർ വെട്ടി തേയുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കാര്യം അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഗീസ്. നമുക്ക് ഇത് മൂലടം പാലമാണ് കേട്ടോ. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അവിടെ മറ്റേ കോട്ടയം ബൈപ്പാസ് ഉണ്ട്. ബൈപ്പാസിൽ നല്ല ഷെയ്ക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്. ചെറിയ അടിപൊളി കടയാണ്. പക്ഷേ നമുക്ക് അവിടെ പോയി നല്ല ചൂടല്ലേ, ഭയങ്കര ചൂടാണ്. കോട്ടയത്ത് ഭയങ്കര ചൂടാണ്. ഷെയ്ക്കൊക്കെ അടിക്കുന്നവർക്ക് എങ്ങനെയാണ് ചൂടത്ത് അവരെങ്ങനെയാണ് ഷെയ്ക്കൊക്കെ ഇത്ര തണുപ്പിച്ച് തരുന്ന അറിയത്തില്ല കോട്ടയത്ത് കേട്ടോ. അതുപോലെ ചൂടാണ്. ഇതുണ്ട് അതെ വലിയ ചിക്കൻ ബിരിയാണി കുറച്ച് ഇതായിട്ടുണ്ട് കേട്ടോ. വണ്ടി കുറച്ച് കൺട്രോൾ ആയിട്ടുണ്ട് വണ്ടി. ഞാൻ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വണ്ടി കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേസ്. ഇത് കൊടുത്തിട്ട് വേറൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എൻ്റെ മനസ്സിങ്ങനെ ചാഞ്ചാടുന്നുണ്ട് ഒരാഴ്ചയായിട്ട്. ഏത് വണ്ടിയിലേക്കാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തതെന്ന് ഞാൻ പിന്നെ പറയാം. വേറെ ആകുവാണെങ്കിൽ ഇത് നമ്മുടെ കോട്ടയം ബൈപ്പാസാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കടയുണ്ട്. ഉണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ അവിടെ വർക്കിംഗ് ആണോന്നൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറി തണുത്ത എന്തെങ്കിലും കുടിക്കാം. അതുകൊണ്ട് കേസ് അതാണ് ഞാൻ പറഞ്ഞ കട. ചേട്ടാ തണുത്ത തന്നെ കേട്ടോ ഉള്ളേ. ജ്യൂസ് ഉണ്ടോ? ഷേക്ക് വല്ലതും ഉണ്ടോ? അങ്ങനത്തെ വല്ലതും ഉണ്ടോ? ഉള്ളോ? ഇവിടെ ഒരു വൈബാണ് കേട്ടോ. ഇതുണ്ടോ? അടിപൊളിയല്ലേ? ഇവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം, കേക്ക് കുടിക്കാം. അയ്യോ അങ്ങനെ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് വന്നിരിക്കുകയാണ് ഗേസ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഹെൽമെറ്റും ക്യാമറയൊക്കെ ഒന്ന് ഊരി വെക്കട്ടെ, എന്നാലിത് നമുക്ക് കുടിക്കാനൊക്കെ തോന്നും. ഞങ്ങൾ അവിടുന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് വണ്ടി ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി നല്ല റോഡിൽ കൂടെ ഒന്ന് ഓടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ വണ്ടി കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് സെറ്റായിട്ടുണ്ട് വണ്ടി. എന്നാ ഞാനിനി പറയുന്നത്, കുറച്ചുകൂടി കൺട്രോളിങ് ആയിട്ടുണ്ട് വണ്ടി കേട്ടോ. പിന്നെ കുറച്ചുകൂടി ഒരു എന്നാ പറയുക, ഒരു പുള്ളിയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. മറ്റേത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു ടയർ കേട്ടോ. അത് 190 ടയർ കിടന്നത്. അപ്പോൾ ഞാൻ 190 നേരെ 170 ആക്കിയിട്ടുണ്ട് ടയർ. ഇപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ. നല്ല സ്മൂത്തായിട്ടുണ്ട് വണ്ടി. എന്തായാലും കൊള്ളാം കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ. ഒരു റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി. ഇത് കോട്ടയം ബൈപ്പാസാണ് കേസ്. കോട്ടയം ബൈപ്പാസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വല്ലതും കേൾക്കാമോ? ഞാൻ അഡീഷണൽ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഓൾറെഡി ഈ ക്യാമറയുടെ ഇൻബിൽറ്റ് മൈക്കിനകത്ത് തന്നെ ഇത് റെക്കോർഡ് ആവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നോയ്സ് കാണും. വണ്ടിയുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും. നമുക്ക് എന്തായാലും ഒരു പതുക്കെ ഒരു മൈക്ക് ഒക്കെ വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മൈക്കിന് 10-12 രൂപയെങ്കിലും ആവും. പിന്നെ ഇതിനകത്ത് ഡയറക്റ്റ് മൈക്ക് കണക്ട് ചെയ്യാനൊക്കത്തില്ല. മൈക്ക് കണക്ടർ വാങ്ങിക്കണമെന്നതിന് അതിനും 12,000 രൂപ വേറെ അഡീഷണൽ ആവും. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ എന്തിനാ ഈ കാശ് കളയുന്നത്? നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ 10 കാണുന്ന പോലുമില്ല. നമ്മളെ വീഡിയോ ഒന്നും ആളുകൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചപ്പോൾ തുടങ്ങട്ടെ. ആൾക്കാർ ശ്രദ്ധിച്ച് തുടങ്ങി നമ്മളെ ആൾക്കാർക്ക് ആവശ്യമാണെന്ന് തോന്നി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനം കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. ഈത്തപ്പം നമ്മൾ വേണ്ടേ ഈ 2 ടയറും മാറിയിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി വരുന്ന സൈസിലുള്ള ടയറിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. 2 ടയറും കമ്പനി വരുന്ന സൈസിലാണ് നമ്മൾ ടയർ 2 ഇട്ടേക്കുന്നത്. അപ്പം കുറച്ചും കൂടി ഒരു സേഫ്റ്റി, കുറച്ചും കൂടി ഒരു റിലയബിലിറ്റി, അതായത് കുറച്ചും കൂടി ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ടയറാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. നേരത്തെ ഭയങ്കര നമ്മൾ വലിയ ടയറൊക്കെ ഇട്ടിട്ട് ഭയങ്കര വീതിയുള്ള ടയറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഹെവി ലുക്കായിരുന്നു വണ്ടിക്ക്. പക്ഷേ അതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും, വണ്ടിയുടെ ടയർ വെട്ടിത്തേയും. ഒരു 2,000-3,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ തന്നെ വണ്ടിയുടെ ടയർ മൊത്തം ഈ ഒരു സൈഡ് മൊത്തം തേഞ്ഞങ്ങ് തീരും കേട്ടോ. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാനത് പരിഹരിച്ചിട്ടുണ്ട് കേസ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല വണ്ടിക്ക്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ കൂടുതൽ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. വണ്ടിയുടെ ഓരോ പണി ഇങ്ങനെ ഞാൻ തീർത്ത് വരുമായിരുന്നു. ഇതാണ്ട് ഈ ഒരു സാധനം കണ്ടോ, ഈ ഡോമിനാർ ഉപയോഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.
ഈ ഒരു സാധനം മൊത്തം ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇതും കൂടി മാറാം. 700 രൂപയുണ്ട് സാധനത്തിന് ഈ ഒരു പോർഷൻ്റെ വില. ഇവിടെ നമ്മുടെ ഇതില്ലേ നമ്മുടെ അതിൻ്റെ പേരെന്നാ ലിക്വിഡ് മറ്റേ എൻ്റെ പേരെന്നാടാ കൂളൻറ്റിൻ്റെ അളവ് കാണിക്കുന്ന സാധനം ഇതിനകത്തൂടെ കാണാം നമുക്ക് കൂളൻ്റ് കിടക്കുന്നത്. ആ ഒരു പോർഷൻ മുഴുവനും ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ അത് പൊട്ടിപ്പോടണേ. ഇത് മാറണം നമുക്കിനി ചെയിൻ സോക്കറ്റും കൂടി മാറേണ്ടതായിട്ടുണ്ട്. ചെയിൻ സോക്കറ്റും കൂടി മാറണം. അപ്പോൾ അത്രയും കൂടി മാറിക്കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോസൊക്കെ വണ്ടിയുടെ യാത്രാ വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അടുത്ത ദിവസം ചിലപ്പോൾ തെങ്കാശിക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. വണ്ടി ഓക്കെയാണ്. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിന് മേളിലായി. അതുകൊണ്ട് ഇപ്പോഴും എനിക്കിതിൻ്റെ ഒരു ത്രില്ല് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ് ഈ വണ്ടിയുടെ ത്രില്ല് കേട്ടോ. ഇപ്പോഴും ഓടിക്കാൻ ഭയങ്കര ഫണ്ണാണ് വണ്ടി. സാധാരണ നമ്മൾ സ്ഥിരമായിട്ടൊരു വണ്ടിയൊക്കെ ഉപയോഗിച്ച് 1.5 വർഷമൊക്കെ കഴിയുമ്പോൾ 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മടുക്കും. അടുത്ത പവർ കുറച്ചുകൂടി ഉള്ള വണ്ടിയിലോട്ട് പോകാൻ തോന്നും. പക്ഷേ എനിക്ക് ഈ പവർ ഇപ്പോഴും ഓക്കെയാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ പവർ നമുക്ക് എടുക്കാനും കഴിഞ്ഞിട്ടില്ല ഇതുപോലത്തെ റോഡുകളിലൊക്കെ. നമുക്ക് ഇവിടുത്തെ റോഡിൽ നിന്ന് ഇതിൻ്റെ പകുതി പവർ മതി ഇതിൻ്റെ വണ്ടി ഉപയോഗിക്കാനായിട്ട്. വണ്ടി ചുമ്മാ തീയാണ് കേട്ടോ. ഇതുവരെ എനിക്ക് ഇതിൻ്റെ ഒരു ത്രില്ലിങ് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഞാൻ ഇനിയും ഉപയോഗിക്കും. വണ്ടി പൊളിയാണ് കേട്ടോ. 400 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും വണ്ടി ഏത് ലെവലാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു യാത്രാ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. കാരണം യാത്ര പോയിട്ട് കുറേ നാളായി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത തെങ്കാശിക്ക് പോകണമെന്ന് കരുതുന്നു. തെങ്കാശി നമ്മുടെ തെന്മല ആ ഭാഗമില്ല അതിൻ്റെ പേരിന് അച്ചൻകോവിലിൽ നിന്ന് ആ കാട്ടിനകത്തോടൊരു അഡ്വഞ്ചർ വഴിയുണ്ട് കേട്ടോ. കാട്ടിനകത്തൂടെ. അപ്പോൾ ആ വഴി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അത് ഉടനെ പോകുമായിരിക്കും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഗൈസ്. ഇത് നമ്മുടെ കോട്ടയം ബൈപ്പാസാണ്. അപ്പോൾ എന്തായാലും ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.